കരുണാകരനും സോണിയാഗാന്ധിയും തമ്മിൽ തെറ്റിയത് പത്മജ വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണെന്ന് കെ.വി. തോമസിന്റെ പുസ്തകം. പത്മജയെ 2001 മത്സരിപ്പിക്കാതിരുന്നത് സോണിയാഗാന്ധി ഇടപെട്ടിട്ടാണ്. ഇതോടെ കരുണാകരൻ സോണിയാഗാന്ധിയുമായി അകന്നതായി കുമ്പളങ്ങിയിൽ നിന്നും ചെങ്കോട്ടയിലേക്ക് എന്ന പുസ്തകത്തിൽ കെ.വി. തോമസ് വെളിപ്പെടുത്തി. പുസ്തകത്തിനെതിരെ പത്മജ വേണുഗോപാൽ രംഗത്തെത്തി. മുഖ്യമന്ത്രി ചർച്ച സജീവമായി തുടരുന്നതിനിടെയാണ് കെ.വി. തോമസിന്റെ പുസ്തകവും വിവാദമാകുന്നത്. 1984 മുതൽ 4 പതിറ്റാണ്ടിലെ സംസ്ഥാന ദേശീയ രാഷ്ട്രീയമാണ് പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. കെ. കരുണാകരനുമായുള്ള അടുപ്പവും അകൽച്ചയും വിശദീകരിച്ചിട്ടുണ്ട്. പത്മജയെ സ്ഥാനാർത്ഥിയാക്കാൻ നടത്തിയ ശ്രമങ്ങളും മുരളീധരനെ KPCC അധ്യക്ഷനാക്കാൻ നടത്തിയ നീക്കങ്ങളും വിവരിക്കുന്നുണ്ട്. ഡെയിലി ഡയറി എഴുതുന്നതാണ് വർഷങ്ങളായി. ആ ഡയറി കുറിപ്പുകളാണ് പിന്നീട് എക്സ്പാൻഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കുമ്പളങ്ങി കഥ എഴുതുന്നത് എൻ്റെ കയ്യിൽ എപ്പോഴും ചെറിയ പേപ്പർ ഉണ്ടാകും. ഒഫൻഡ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ ചില കാര്യങ്ങൾ എഴുതാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ എന്നെ സംബന്ധിച്ചിട്ട് സത്യസന്ധമായ എഴുതിയിരിക്കുന്നത്. ആരെയും വേദനിപ്പിക്കാനും താല്പര്യമില്ല. ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം സോറി, അത്രയേ ഉള്ളൂ. 2001 തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമമാണ് സോണിയാഗാന്ധിയും കരുണാകരനും തമ്മിൽ തെറ്റാൻ കാരണമെന്ന പുസ്തകത്തിലെ പരാമർശത്തോട് അതിരൂക്ഷമായാണ് പത്മജ പ്രതികരിച്ചത്. കാര്യം കാണാൻ ഇത്രയും നുണ പറയുന്ന അല്ലെങ്കിൽ മനസാക്ഷി ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ശ്രീ കെ.വി. തോമസ്. കെ. കരുണാകരനെ പറയാൻ അദ്ദേഹം ആയിട്ടില്ല. അത് 10 ജന്മം ജനിച്ചു വരണം പറയണമെങ്കിൽ. സത്യസന്ധമായാണ് പുസ്തകം എഴുതിയതെന്നും ലീഡറോടും കുടുംബത്തോടും സ്നേഹം മാത്രമേ ഉള്ളൂ എന്നുമാണ് കെ.വി. തോമസിന്റെ പ്രതികരണം. പത്മജ പുസ്തകം പൂർണ്ണമായി വായിക്കണം. കരുണാകരന്റെ കുടുംബത്തിന് പ്രയാസമായെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും തോമസ് പറഞ്ഞു. മീഡിയ 1 കൊച്ചി.